പദത്തിലെത്താൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സർവ്വതാ യോഗ്യനെന്ന് ജെഡിഎസ് മുതിർന്ന നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച്.ഡി. ദേവഗൌഡ. രാഹുൽ ഗാന്ധി കഴിവുള്ള യുവ നേതാവാണ്. 1 വർഷം മുൻപാണ് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായത്. അതിനുള്ളിൽ തന്നെ അദ്ദേഹം കഴിവ് തെളിയിച്ചു. ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കാണാൻ ജെഡിഎസിന് ആഗ്രഹമുണ്ട്. ദേവഗൌഡ നയം വ്യക്തമാക്കി. മുന്നാക്കക്കാരിൽ പിന്നാക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഉറപ്പാക്കുന്ന ബില്ല് ബിജെപിക്ക് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തതിൽ ബിജെപിക്കുള്ള നിരാശയാണ് ഇത് കാണിക്കുന്നത്. ആരാണ് ഇതിനെ ഭയക്കുന്നതെന്നും ദേവഗൌഡ ചോദിച്ചു. റാഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ സംസാരിക്കാത്തതിനെ ദേവഗൌഡ വിമർശിച്ചു. 282 സീറ്റുമായി ഭൂരിപക്ഷമുള്ള മുന്നണിയുടെ പ്രധാനമന്ത്രി എന്തിനാണ് ഒളിച്ചോടുന്നത്? പാർലമെന്റിൽ സംസാരിക്കുന്നതിന് പകരം അദ്ദേഹം പുറത്താണ് സംസാരിക്കുന്നത്. ദേവഗൌഡ ചൂണ്ടിക്കാട്ടി. പബ്ലിസിറ്റിക്ക് ഇത്ര പണം ചെലവഴിച്ച പ്രധാനമന്ത്രി നമുക്കില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതൊന്നും അദ്ദേഹത്തിന്റെ പണമല്ല. കോർപ്പറേറ്റുകളോ താല്പര്യമുള്ള വ്യക്തികളോ ആണ് പണം മുടക്കുന്നത്. അഴിമതി വിരുദ്ധ ഇന്ത്യ എന്ന മോദിയുടെ മുദ്രാവാക്യത്തിന്റെ സ്ഥിതി എന്തായെന്നും ദേവഗൌഡ ചോദിച്ചു. നരേന്ദ്രമോദി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നുവെങ്കിലും ഒന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചില്ലെന്നും ദേവഗൌഡ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്കിൽ ഇന്ത്യ ഈ പദ്ധതികളുടെയൊക്കെ നിലവിലെ അവസ്ഥ എന്തായെന്ന് ദേവഗൌഡ ചോദിച്ചു. സാധാരണക്കാരന് പ്രയോജനം കിട്ടിയതായി അറിവില്ലെന്നും ദേവഗൌഡ ചൂണ്ടിക്കാട്ടി.